ഹലോ ഫ്രണ്ട്സ്, അച്ചീവർ സ്റ്റഡി വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഡോക്ടർ മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ്റെ തേർഡ് പാർട്ടാണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ മറക്കാതെ കാണാൻ ശ്രമിക്കുക. ഒപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് വളരെ ഇൻഫർമേറ്റീവും ഇൻട്രസ്റ്റിംഗുമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റു കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളും അവയുടെ പ്രവർത്തനങ്ങളെ പറ്റിയൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സോ എന്താണ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്? നിക്ഷേപം, വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? നിക്ഷേപം, വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനമായും ബാങ്കുകളാണ് ധനകാര്യ സ്ഥാപനങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പം എന്താണ്? ബാങ്കുകളാണ് അറിയപ്പെടുന്നതും വ്യാപകമായി ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനം എന്ന് പറയുന്നത്. അതുപോലെ ഭാരതീയ റിസർവ് ബാങ്ക് തയ്യാറാക്കിയിട്ടുള്ള പൊതു നിയമാവലിയുടെയും നിബന്ധനകളുടെയും അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പം എന്താണ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്? നിക്ഷേപം, വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ ബാങ്കുകളാണ് അറിയപ്പെടുന്നതും വ്യാപകമായി ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനം. കൂടാതെ ഭാരതീയ റിസർവ് ബാങ്ക് തയ്യാറാക്കിയിട്ടുള്ള പൊതു നിയമാവലിയുടെയും നിബന്ധനകളുടെയും അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കാം. സോ നമുക്ക് ആദ്യം ബാങ്കുകളെ പറ്റിയിട്ടൊന്ന് നോക്കാം. പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വ്യവസ്ഥകൾ അനുസരിച്ച് വായ്പകൾ നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ ബാങ്കുകൾ എന്ന് പറയുന്നത്. എന്താണ് ബാങ്കുകൾ എന്ന് പറയുന്നത്? പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വ്യവസ്ഥകൾ അനുസരിച്ച് വായ്പകൾ നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളെയാണ് ബാങ്കുകൾ എന്ന് പറയുന്നത്. വായ്പകൾ എടുക്കുന്ന ഉപഭോക്താക്കളിൽ നിന്നും പലിശ ഈടാക്കുന്ന ബാങ്ക് അതിലൊരു ഭാഗം നിക്ഷേപകർക്ക് നൽകുകയും ബാക്കി ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്കും ലാഭാംശമായും ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്? വായ്പകൾ എടുക്കുന്ന ഉപഭോക്താക്കളിൽ നിന്നും പലിശ ഈടാക്കുന്ന ബാങ്ക് അതിൽ നിന്നും ഒരു ഭാഗം നിക്ഷേപകർക്ക് നൽകുകയും ബാക്കി ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്കും ലാഭാംശമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. പലതരത്തിലുള്ള ബാങ്കുകളുണ്ട്. ഒന്നാണ് ദേശസാൽകൃത ബാങ്കുകൾ. എന്താണ് ദേശസാൽകൃത ബാങ്കുകൾ എന്ന് പറയുന്നത്? ഇത് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ളതും നിയന്ത്രിക്കപ്പെടുന്നതുമായ ഒരു വാണിജ്യ ബാങ്കാണ് ദേശസാൽകൃത ബാങ്കുകൾ. എന്താണ്? സർക്കാരിൻ്റെ ഉടമസ്ഥതയിലും അതുപോലെ സർക്കാർ നിയന്ത്രിക്കപ്പെടുന്നതുമായ ഒരു വാണിജ്യ ബാങ്കാണ് ദേശസാൽകൃത ബാങ്കുകൾ എന്ന് പറയുന്നത്. അവയ്ക്ക് ഉദാഹരണങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക്, അലഹബാദ് ബാങ്ക്, ആന്ധ്ര ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, സിൻഡിക്കേറ്റ് ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, കോർപ്പറേഷൻ ബാങ്ക്, ദേന ബാങ്ക്, യൂക്കോ ബാങ്ക്, വിജയ ബാങ്ക്. ഇവയൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? ദേശസാൽകൃത ബാങ്കുകൾക്ക് ഉദാഹരണങ്ങളാണ്. അതുപോലെ കേരളം ആസ്ഥാനമായിട്ടുള്ള പൊതുമേഖലാ ബാങ്കുകളുണ്ട്. അതിനൊരു ഉദാഹരണമാണ് SBI. ഇപ്പം എന്താണ്? കേരളം ആസ്ഥാനമായിട്ടുള്ള പൊതുമേഖലാ ബാങ്ക് ഏതാണ്? SBI ആണ്. അതുപോലെ പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ ഏതാണ്? അത് കേരള ഗ്രാമീൺ ബാങ്കാണ്. അപ്പം എന്താണ്? പ്രാദേശിക ഗ്രാമീൺ ബാങ്കുകൾ ഏതാണ്? അത് കേരള ഗ്രാമീൺ ബാങ്കാണ്. അതുപോലെ കേരളം ആസ്ഥാനമായിട്ടുള്ള സ്വകാര്യ ബാങ്കുകൾ ഏതൊക്കെയാണ്? കാത്തലിക് സിറിയൻ ബാങ്ക് ഉണ്ട്, ധനലക്ഷ്മി ബാങ്ക് ഉണ്ട്, ഫെഡറൽ ബാങ്ക് ഉണ്ട്, അതുപോലെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് കേരളം ആസ്ഥാനമായിട്ടുള്ള സ്വകാര്യ ബാങ്കുകൾ? ഏതൊക്കെയാണ്? കാത്തലിക് സിറിയൻ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഒക്കെ ഏതിനുദാഹരണങ്ങളാണ്? കേരളം ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന സ്വകാര്യ ബാങ്കുകളാണ്. അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ ബാങ്കുകളും വിദേശ ബാങ്കുകളൊക്കെ ഏതിൻ്റെ കീഴിൽ വരുന്നതാണ്? ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ഒരു അണ്ടറിൽ വരുന്നതാണ്. ഇനി നമുക്ക് ധനകാര്യ സ്ഥാപനങ്ങളെ പ്രധാനമായിട്ടും രണ്ടായി തരംതിരിക്കാം. അപ്പോൾ ഇവയുടെ പ്രവർത്തന മേഖലകളനുസരിച്ച് അല്ലെങ്കിൽ ഇവയുടെ പ്രവർത്തന തത്വം അനുസരിച്ച് ധനകാര്യ സ്ഥാപനങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായി തിരിക്കാം. ഒന്ന് ബാങ്കുകളും മറ്റൊന്ന് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും. എന്തൊക്കെയാണ്? ഒന്ന് ബാങ്കുകളും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും. ബാങ്കുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? വാണിജ്യ ബാങ്കുകളുണ്ട്, സഹകരണ ബാങ്കുകളുണ്ട്, വികസന ബാങ്കുകളുണ്ട്, സവിശേഷ ബാങ്കുകളുണ്ട്. ഏതൊക്കെയാണ്? വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, അതുപോലെ സവിശേഷ ബാങ്കുകൾ. അതുപോലെ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ബാങ്ക് ഇതര ധനകാര്യ കമ്പനികളുണ്ട്, അതുപോലെ ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ. നെക്സ്റ്റ് വൺ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ. ഏതൊക്കെയാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ? ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ, ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ധനകാര്യ സ്ഥാപനങ്ങൾ എന്താണെന്ന് പറഞ്ഞു, അവയ്ക്ക് ഉദാഹരണങ്ങൾ നമ്മൾ കുറേ പറഞ്ഞു. ഇനി നമ്മൾ ധനകാര്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തന തത്വം അനുസരിച്ച് അവയെ രണ്ടായി തിരിക്കുന്നു. ഏതൊക്കെയാണ്? ബാങ്കുകളും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും. ബാങ്കുകൾ ഏതൊക്കെയാണ്? വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ. അതുപോലെ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ, ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ.
ആദ്യമായിട്ട് നമുക്ക് വാണിജ്യ ബാങ്കുകൾ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ബാങ്കുകളെ പറ്റിയിട്ടൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ലാഭത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത് വാണിജ്യ ബാങ്കുകൾ. നമുക്കറിയാം എല്ലാ ബാങ്കുകളും എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? ലാഭത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ എന്താണ് വാണിജ്യ ബാങ്കുകൾ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറയുന്നത്? ലാഭത്തിനായി പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. ഇവ എന്താണ് ചെയ്യുന്നത്? ഇവ ജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുകയും അതിൽ നിന്ന് പണം കടം നൽകി പലിശ ഈടാക്കുകയും ചെയ്യുന്നു. എന്താണ്? ഇവ ജനങ്ങളിൽ നിന്ന് പണം നിക്ഷേപം സ്വീകരിക്കുകയും അതിൽ നിന്ന് പണം കടം നൽകി പലിശ ഈടാക്കുകയും ചെയ്യുന്നു. അതുപോലെ വ്യക്തികൾക്കും ബിസിനസ്സുകൾക്കും ധനകാര്യ ആവശ്യങ്ങൾക്ക് സഹായിക്കുന്നതിലൂടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വാണിജ്യ ബാങ്കുകൾ പ്രധാന പങ്കുവഹിക്കുന്നു. അപ്പോൾ എന്താണ് വാണിജ്യ ബാങ്കുകൾ എങ്ങനെയാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പ്രധാന പങ്കുവഹിക്കുന്നത്? വ്യക്തികൾക്കും ബിസിനസ്സുകൾക്കും ധനകാര്യ ആവശ്യങ്ങൾക്ക് സഹായിക്കുന്നതിലൂടെയാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വാണിജ്യ ബാങ്കുകൾ പ്രധാന പങ്കുവഹിക്കുന്നത്. ഓക്കെ, അതുപോലെ ബാങ്കിംഗ് മേഖലയിൽ പഴക്കം ചെന്നതും ധാരാളം ശാഖകളുള്ളതുമായ ഒരു സംവിധാനം കൂടിയാണ് ഇത് വാണിജ്യ ബാങ്കുകൾ. അപ്പം എന്താണ്? ഒരു ബാങ്കിംഗ് മേഖലയിൽ ഏറ്റവും പഴക്കം ചെന്നതും അതുപോലെ ധാരാളം ശാഖകളുള്ളതുമായ ഒരു സംവിധാനമാണ് വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. അതുപോലെ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥത പൂർണ്ണമായും ആർക്കാണ്? സർക്കാരിനാണ്. ഓക്കെ, അപ്പോൾ അതാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥത പൂർണ്ണമായും ആർക്കാണ്? സർക്കാരിനാണ്. അതുപോലെ ഇവിടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്കാണ്. അപ്പോൾ എന്താണ്? റിസർവ് ബാങ്ക് കർക്കശമായിട്ട് ചില നിയമാവലികൾ വെച്ചിട്ടുണ്ട്. സോ ആ ഒരു നിയമാവലികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക്, ദേശസാൽകൃത ബാങ്കുകൾ, അതുപോലെ റീജിയണൽ റൂറൽ ബാങ്കുകളൊക്കെ ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ. ഇപ്പം എന്താണ്? ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക്, ദേശസാൽകൃത ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകളൊക്കെ ചേർന്നതാണ് എന്ത്? പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാണിജ്യ ബാങ്കുകൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ലാഭത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ്. അതുപോലെ ഇവ ജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുകയും അതിൽ നിന്ന് പണം കടം നൽകി പലിശ ഈടാക്കുകയും ചെയ്യുന്നു. അതുപോലെ വ്യക്തികൾക്കും ബിസിനസ്സുകൾക്കും ധനകാര്യ ആവശ്യങ്ങൾക്ക് സഹായിക്കുന്നതിലൂടെ ഇവ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കും എന്താണ്? പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. ബാങ്കിംഗ് മേഖലയിൽ പഴക്കം ചെന്നതും ധാരാളം ശാഖകളുള്ളതുമായ സംവിധാനം ഏത് തന്നെയാണ്? വാണിജ്യ ബാങ്കുകൾ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ബാങ്കുകളാണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഒപ്പം ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക്, ദേശസാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ചേർന്നതാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ. ഓക്കെ, ഇനി നമുക്ക് ഈ വാണിജ്യ ബാങ്കുകളെ നമുക്ക് ഒരു 2 പോയിന്റും കൂടെ എക്സ്ട്രാ നോക്കാനുണ്ട്. ഒന്ന്, സ്വകാര്യ ഇന്ത്യൻ വാണിജ്യ ബാങ്കുകൾ. എന്താണ് സ്വകാര്യ ഇന്ത്യൻ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്? സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ബാങ്കാണ്. അപ്പോൾ എന്താണ്? സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ബാങ്കുകളെയാണ് നമ്മൾ സ്വകാര്യ ഇന്ത്യൻ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. അതേസമയം സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ എന്താണ്? അത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആസ്ഥാനം വിദേശത്ത് പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ബാങ്കുകളാണ്. അപ്പോൾ എന്താണ്? ഇവ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ഇതിൻ്റെ ആസ്ഥാനം എവിടെയായിരിക്കും? വിദേശത്തുമായിരിക്കും. ഓക്കെ, ഇപ്പം എന്താണ്? ആസ്ഥാനം വിദേശത്ത് പ്രവർത്തിക്കുന്നതുമായ ബാങ്കുകളെയാണ് നമ്മൾ സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ വാണിജ്യ ബാങ്കുകളുടെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം എന്താണ്? നമ്മൾ പറഞ്ഞതാണ് കുറേയൊക്കെ നിക്ഷേപം സ്വീകരിക്കുക. ഓക്കെ, അപ്പം എന്താണ്? ബാങ്കിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളിൽ ഒന്നെന്താണ്? നിക്ഷേപം സ്വീകരിക്കുക. അതായത് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അവരുടെ പണം ബാങ്കുകളിൽ നിക്ഷേപിക്കാൻ സൗകര്യമൊരുക്കുന്നു. അപ്പം എന്താണ്? വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അവരുടെ പണം ബാങ്കുകളിൽ നിക്ഷേപിക്കാൻ സൗകര്യമൊരുക്കുന്ന നിക്ഷേപം സ്വീകരിക്കുക എന്നതാണ് ഒരു പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് എന്തിൻ്റെ? വാണിജ്യ ബാങ്കുകളുടെ. രണ്ടാമത്തെ ഒരു ടേമാണ് കടം നൽകുക, അതായത് ലോൺ നൽകുക എന്ന് പറയുന്നത്. നിക്ഷേപം സ്വീകരിച്ച് അതിൽ നിന്നും ഉപഭോക്താക്കൾക്ക് വായ്പ നൽകുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? കടം നൽകുക എന്ന് പറയുന്നത്. അപ്പം എന്താണ്? നിക്ഷേപം സ്വീകരിച്ചിട്ട് അതിൽ നിന്നും ഉപഭോക്താക്കൾക്ക് വായ്പ നൽകുന്ന ഒരു പ്രോസസ്സാണ് കടം നൽകുക അല്ലെങ്കിൽ ലോൺ നൽകുക. മൂന്നാമത്തെ ഒരു പ്രവർത്തനം എന്താണ്? ഏജൻസി പ്രവർത്തനങ്ങൾ. എന്താണ് ഏജൻസി പ്രവർത്തനങ്ങൾ? ചെക്കുകൾ കൈകാര്യം ചെയ്യുക, ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുക, ഡ്രാഫ്റ്റുകൾ ശേഖരിക്കുക തുടങ്ങിയ ഏജൻസി സേവനങ്ങളും ആരാണ് ചെയ്യുന്നത്? വാണിജ്യ ബാങ്കുകളാണ്. ഏതൊക്കെയാണ്? ചെക്കുകൾ കൈകാര്യം ചെയ്യുക, ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുക, ഡ്രാഫ്റ്റുകൾ ശേഖരിക്കുക തുടങ്ങിയ ഏജൻസി സേവനങ്ങളും നൽകുന്നത് ആരാണ്? ഏജൻസി സേവനങ്ങളും നൽകുന്ന ആരാണോ? വാണിജ്യ ബാങ്കുകളാണ്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് പണലഭ്യത സൃഷ്ടിക്കുക. അപ്പം എന്താണ്? പണലഭ്യത സൃഷ്ടിക്കുക എന്നുള്ളതും വാണിജ്യ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? നിക്ഷേപം സ്വീകരിച്ച് കടം നൽകുന്നതിലൂടെ സാമ്പത്തിക വിപണിയിൽ പണലഭ്യത വർദ്ധിപ്പിക്കുന്നു. അപ്പം എന്താണ്? നിക്ഷേപം സ്വീകരിച്ച്, അതായത് ഉപഭോക്താക്കളിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിട്ട് കടം നൽകുന്നതിലൂടെ സാമ്പത്തിക വിപണിയിൽ പണലഭ്യത വർദ്ധിപ്പിക്കുക എന്നതാണ് പണലഭ്യത സൃഷ്ടിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാങ്കിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, നിക്ഷേപം സ്വീകരിക്കുക, ദെൻ കടം നൽകുക, ഏജൻസി പ്രവർത്തനങ്ങൾ, പണലഭ്യത സൃഷ്ടിക്കുക എന്നിവയാണ് ബാങ്കിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ ബാങ്കിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇവ ലാഭത്തിൽ പ്രവർത്തിക്കുന്നു, സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നു, വ്യക്തികൾക്കും ബിസിനസ്സുകൾക്കും സേവനം നൽകുന്നു. എന്തൊക്കെയാണ്? ലാഭത്തിൽ പ്രവർത്തിക്കുന്നു, സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നു,
വ്യക്തികൾക്കും ബിസിനസ്സുകൾക്കും സേവനം നൽകുന്നു എന്നുള്ളതും എന്തിൻ്റെ സവിശേഷതകളാണ്? വാണിജ്യ ബാങ്കുകളുടെ സവിശേഷതകളാണ്. അതുപോലെ ഈ വാണിജ്യ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, അല്ലേ? അപ്പോൾ എന്താണ് പ്രധാനപ്പെട്ട ധർമ്മം? എന്താണ്? പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നതാണ് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങൾ ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നതും കൂടെ നമുക്ക് നോക്കാനുണ്ട്. അപ്പം എന്താണ് വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങൾ ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നതും കൂടെ നോക്കാം. ഫസ്റ്റ് വൺ സമ്പാദ്യ നിക്ഷേപം. സമ്പാദ്യ നിക്ഷേപം അല്ലെങ്കിൽ സേവിംഗ് ഡിപ്പോസിറ്റ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രചലിത നിക്ഷേപം അല്ലെങ്കിൽ കറന്റ് ഡിപ്പോസിറ്റ്. എന്താണ് പ്രചലിത നിക്ഷേപം അല്ലെങ്കിൽ കറന്റ് ഡിപ്പോസിറ്റ്. തേർഡ് വൺ എന്താണ്? സ്ഥിര നിക്ഷേപം അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്. സ്ഥിര നിക്ഷേപം അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ്. ഫോർത്ത് വൺ എന്താണ്? ആവർത്തിത നിക്ഷേപം അല്ലെങ്കിൽ റിക്കറിംഗ് ഡിപ്പോസിറ്റ്. എന്താണ് ആവർത്തിത നിക്ഷേപം അല്ലെങ്കിൽ റിക്കറിംഗ് ഡിപ്പോസിറ്റ്? ഇത് ഓരോന്നും എന്താണെന്നും കൂടെ നമുക്ക് നോക്കിപ്പോവാം. ഫസ്റ്റ് വൺ ആണ് സമ്പാദ്യ നിക്ഷേപം അല്ലെങ്കിൽ സേവിംഗ് ഡിപ്പോസിറ്റ്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? പൊതുജനങ്ങൾ അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ് സമ്പാദ്യ നിക്ഷേപം എന്ന് പറയുന്നത്. അപ്പം എന്താണ്? പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് എന്ത്? സമ്പാദ്യ നിക്ഷേപം എന്ന് പറയുന്നത്. അതുപോലെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായ നിക്ഷേപകന് നിക്ഷേപത്തിൽ നിന്നും പണം പിൻവലിക്കാൻ അവസരം നൽകുന്നതും ഏതാണ്? ഇത്തരത്തിലുള്ള സമ്പാദ്യ നിക്ഷേപം അല്ലെങ്കിൽ സേവിംഗ് ഡിപ്പോസിറ്റിലൂടെയാണ്. നിയന്ത്രണങ്ങൾക്ക് വിധേയമായ നിക്ഷേപകന് നിക്ഷേപത്തിൽ നിന്ന് പണം പിൻവലിക്കാൻ അവസരം നൽകുന്നതും എന്തിന്റെ പ്രത്യേകതയാണ്? സമ്പാദ്യ നിക്ഷേപത്തിന്റെ പ്രത്യേകതയാണ്. ഇത് പൊതുവെ സുരക്ഷിതവും ഉയർന്ന വരുമാനം നൽകുന്നതുമായ സർക്കാരിന്റെ വിവിധ ചെറുകിട സമ്പാദ്യ പദ്ധതികളോ ഓഹരി പോലുള്ള അപകട സാധ്യതയുള്ള നിക്ഷേപങ്ങളൊക്കെ ഇത്തരത്തിലുള്ള സമ്പാദ്യ നിക്ഷേപങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പം എന്താണ് ഈ ഒരു സമ്പാദ്യ നിക്ഷേപം എന്ന് പറയുന്നത്? പൊതുവെ സുരക്ഷിതമായിട്ടുള്ള രീതിക്ക് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഓഹരി പോലെയുള്ള അപകട സാധ്യതയുള്ള നിക്ഷേപങ്ങളായിട്ടും എന്ത് പ്രവർത്തിക്കുന്നുണ്ട്? സമ്പാദ്യ നിക്ഷേപം അല്ലെങ്കിൽ സേവിംഗ് ഡിപ്പോസിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. സെക്കൻഡ് വൺ ആണ് പ്രചലിത നിക്ഷേപം അല്ലെങ്കിൽ കറന്റ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് പ്രചലിത നിക്ഷേപം അല്ലെങ്കിൽ കറന്റ് ഡിപ്പോസിറ്റ്? ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം നൽകുന്ന ഒരു നിക്ഷേപമാണ് എന്ത്? പ്രചലിത നിക്ഷേപം അല്ലെങ്കിൽ കറന്റ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇപ്പം എന്താണ് ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം നൽകുന്ന നിക്ഷേപമാണ് എന്തെന്ന് പറയുന്നത്? പ്രചലിത നിക്ഷേപം അല്ലെങ്കിൽ കറന്റ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം നിക്ഷേപങ്ങൾക്ക് പലിശ ലഭിക്കില്ല. എന്താണ് ഇത്തരം നിക്ഷേപങ്ങൾക്ക് പലിശ ലഭിക്കില്ല. അതുപോലെ വ്യവസായികളും വ്യാപാരികളുമാണ് ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പം എന്താണ് ഇത്തരത്തിലുള്ള പ്രചലിത നിക്ഷേപം അല്ലെങ്കിൽ കറന്റ് ഡിപ്പോസിറ്റ് ഉപയോഗിക്കുന്നത് ആരൊക്കെയാണ്? വ്യവസായികളും വ്യാപാരികളുമാണ്. ഓക്കെ, തേർഡ് വൺ ആണ് സ്ഥിര നിക്ഷേപം. സ്ഥിര നിക്ഷേപം അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് പണം ബാങ്കിൽ നിക്ഷേപിക്കാൻ കഴിയും. എന്താണ് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് പണം ബാങ്കിൽ നിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് സ്ഥിര നിക്ഷേപം അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിക്ഷേപത്തിന്റെ കാലാവധി അടിസ്ഥാനമാക്കിയാണ് സ്ഥിര നിക്ഷേപത്തിന്റെ പലിശ നിരക്ക് നിശ്ചയിക്കുന്നത്. അപ്പോൾ എത്ര കാലത്തേക്കാണോ പണം നിക്ഷേപിക്കുന്നത് അത് അടിസ്ഥാനമാക്കിയാണ് അതിന്റെ പലിശ നിരക്ക് നിശ്ചയിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ ഈ നിക്ഷേപം ഒരു നിശ്ചിത പലിശ നിരക്കിൽ വളരുകയും കാലാവധി പൂർത്തിയാകുമ്പോൾ നിക്ഷേപിച്ച തുകയും അതിലെ പലിശയും നമുക്ക് ലഭിക്കുകയും ചെയ്യും. എന്താണ് ഇത്തരത്തിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഒരു നിശ്ചിത പലിശ നിരക്കിൽ വളരുകയും ഈ പണം വളരുകയും കാലാവധി പൂർത്തിയാകുമ്പോൾ നിക്ഷേപിച്ച തുകയും അതിലെ പലിശയും തിരികെ ലഭിക്കുന്ന ഒരു സംവിധാനമാണ് സ്ഥിര നിക്ഷേപം എന്ന് പറയുന്നത്. കൂടാതെ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് പണം പിൻവലിക്കാൻ സാധിക്കില്ല. അപ്പം എന്താണ് കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് നമുക്ക് പണം പിൻവലിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പം എന്താണ് സ്ഥിര നിക്ഷേപം എന്ന് പറയുന്നത്? ആ പേരിൽ തന്നെയുണ്ട്. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് പണം ബാങ്കിൽ നിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് സ്ഥിര നിക്ഷേപം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ഥിര നിക്ഷേപത്തിൽ തന്നെ ചില കാര്യങ്ങളുണ്ട്. അവയുടെ പ്രധാന സവിശേഷതകൾ കൂടി നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് സ്ഥിര നിക്ഷേപം അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്ന് നിശ്ചിത പലിശയാണ്. അപ്പോൾ എന്താണ് നിക്ഷേപം നടത്തുമ്പോൾ തന്നെ ഒരു നിശ്ചിത പലിശ നിരക്ക് ഉറപ്പുവരുത്തുന്നു. അപ്പോൾ എന്താണ് നിക്ഷേപം നടത്തുമ്പോൾ തന്നെ ഒരു നിശ്ചിത പലിശ നിരക്ക് ഉറപ്പുവരുത്തുന്നതാണ് എന്തെന്ന് പറയുന്നത് നിശ്ചിത പലിശ എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു സംവിധാനം വളരെ സുരക്ഷയുള്ളതാണ്. അതായത് ഭൂരിഭാഗം നിക്ഷേപങ്ങളും ഇന്ത്യൻ ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ DICGCയുടെ പരിരക്ഷ ഉള്ളതിനാൽ സുരക്ഷിതമായിരിക്കും. അപ്പോൾ എന്താണ് ഭൂരിഭാഗം നിക്ഷേപങ്ങളും ഇന്ത്യൻ ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ DICGCയുടെ പരിരക്ഷ ഉള്ളതിനാൽ ഇവ സുരക്ഷിതമായിരിക്കും. അതുപോലെ തന്നെ 15 ദിവസം മുതൽ 10 വർഷം വരെ വ്യത്യസ്ത കാലയളവുകളിൽ സ്ഥിര നിക്ഷേപം നമുക്ക് നടത്താൻ കഴിയും. 15 ദിവസം മുതൽ 10 വർഷം വരെ
വരെയുള്ള വ്യത്യസ്ത കാലയളവുകളിൽ നമുക്ക് സ്ഥിര നിക്ഷേപം നടത്താൻ പറ്റും. പിന്നുള്ളതാണ് വായ്പാ സൗകര്യം. കാലാവധി തീരുന്നതിന് മുൻപ് പിൻവലിക്കാൻ കഴിയില്ലെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റിനെതിരെ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കാൻ സൗകര്യമുണ്ട്. അപ്പം എന്താണ്, കാലാവധി തീരുന്നതിന് മുൻപ് ഫിക്സഡ് ഡെപ്പോസിറ്റ് നമുക്ക് പിൻവലിക്കാൻ സാധിക്കില്ല എങ്കിൽ കൂടിയും ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വായ്പ എടുക്കാൻ സൗകര്യമുണ്ട്. പിന്നുള്ളതാണ് നോമിനേഷൻ സൗകര്യം. എന്താണ് നോമിനേഷൻ സൗകര്യം? നിങ്ങളുടെ സ്ഥിര നിക്ഷേപം മറ്റൊരാൾക്ക് വേണ്ടി നോമിനേറ്റ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ്. ഓക്കെ, ഇപ്പം എന്താണ്, നമ്മുടെ സ്ഥിര നിക്ഷേപം നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടി നോമിനേറ്റ് ചെയ്യാം. അതായത് നമുക്ക് നോമിനിയായിട്ട് ഒരാളെയും കൂടി നമുക്ക് വെക്കാൻ കഴിയും. ഇതും എന്തിൻ്റെ പ്രത്യേകതയാണ്? സ്ഥിര നിക്ഷേപത്തിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ മറ്റൊന്നാണ് ആനുകൂല്യം. നിക്ഷേപകർക്ക് നികുതി ഇളവുകൾ പോലെയുള്ള ആനുകൂല്യങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പം എന്താണ്, ഇതിൽ ഇങ്ങനെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പണം ഡിപ്പോസിറ്റ് ചെയ്താൽ നികുതി ഇളവുകൾ പോലെയുള്ള ആനുകൂല്യങ്ങളും നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് സ്ഥിര നിക്ഷേപം എന്ന് പറയുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? നിക്ഷേപം നടത്തുമ്പോൾ തന്നെ ഒരു നിശ്ചിത പലിശ നിരക്ക് നമുക്ക് ഉറപ്പുവരുത്തുന്നു. അതാണ് ഒരു നിശ്ചിത പലിശ. പിന്നെ വളരെ സുരക്ഷിതപൂർവ്വമായിട്ടുള്ളൊരു ഡിപ്പോസിറ്റാണിത്. വിവിധ കാലാവധികളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡിപ്പോസിറ്റ് ചെയ്യാം. പിന്നെ വായ്പാ സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട്. നോമിനേറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ നിക്ഷേപകർക്ക് നികുതി ഇളവുകൾ പോലെയുള്ള ആനുകൂല്യങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇനി നാലാമത്തെ നിക്ഷേപമാണ് എന്തെന്ന് പറയുന്നത്? ആവർത്തിത നിക്ഷേപം അല്ലെങ്കിൽ റിക്കറിംഗ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ആവർത്തിത നിക്ഷേപം അല്ലെങ്കിൽ റിക്കറിംഗ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്? എന്താണ് ഇത്? ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്ന ഒരു സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്? ആവർത്തിത നിക്ഷേപം. ആ പേരിൽ തന്നെയുണ്ട് അല്ലേ? ആവർത്തിച്ച് എന്താണ്, ബാങ്കിലേക്ക് ഒരു നിശ്ചിത തുക എന്താണ് പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്ന ഒരു സംവിധാനമാണ് ആവർത്തിത നിക്ഷേപം അല്ലെങ്കിൽ റിക്കറിംഗ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? സമ്പാദ്യ നിക്ഷേപത്തെ കൂടിയ പലിശ നിരക്ക് നമുക്ക് എവിടെ ലഭിക്കും? ആവർത്തിത നിക്ഷേപത്തിൽ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ സ്ഥിര നിക്ഷേപത്തേക്കാൾ പലിശ നിരക്കിൽ കുറവായിരിക്കും. എന്താണ്? സ്ഥിര നിക്ഷേപത്തേക്കാൾ പലിശ നിരക്കിൽ കുറവായിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ള കാര്യം വാണിജ്യ ബാങ്കുകൾ നൽകുന്ന വായ്പകളാണ്. അപ്പോൾ വാണിജ്യ ബാങ്കുകൾ നൽകുന്ന വായ്പകളെ നമ്മൾ അറിയപ്പെടുന്നത് പണവായ്പ അല്ലെങ്കിൽ ക്യാഷ് ക്രെഡിറ്റ്, മറ്റൊന്ന് ഓവർ ഡ്രാഫ്റ്റുമാണ്. ഏതൊക്കെയാണ്? പണവായ്പയും ഓവർ ഡ്രാഫ്റ്റ്. അപ്പോൾ എന്താണ് വാണിജ്യ ബാങ്കുകൾ നൽകുന്ന വായ്പകൾ ഏതൊക്കെയാണ്? പണവായ്പയും ഓവർ ഡ്രാഫ്റ്റും. എന്താണ് പണവായ്പ എന്ന് പറയുന്നത്? ആസ്തികളുടെ ജാമ്യത്തിന്മേൽ ആവശ്യക്കാരായ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നൽകുന്ന വായ്പയാണ് പണവായ്പ. എന്താണ്? ആസ്തികളുടെ ജാമ്യത്തിന്മേൽ ആവശ്യക്കാരായ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നൽകുന്ന വായ്പയാണ് എന്ത്? പണവായ്പ എന്ന് പറയുന്നത്. അപ്പോൾ പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപമായി സ്വീകരിക്കുന്ന തുകയാണ് ബാങ്ക് ഈ പണവായ്പയായിട്ട് നൽകുന്നത്. അപ്പോൾ എന്താണ്? പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപമായിട്ട് സ്വീകരിക്കുന്ന തുകയാണ് ബാങ്ക് പണവായ്പയായിട്ട് മറ്റൊരാൾക്ക് നൽകുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ വായ്പാ കാലാവധി, വായ്പയുടെ ആവശ്യം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് വായ്പയുടെ പലിശ നിരക്കിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? വായ്പാ കാലാവധി, വായ്പയുടെ ആവശ്യം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് വായ്പയുടെ പലിശ നിരക്കിൽ വ്യത്യാസം വരുന്നത്. അതുപോലെ വായ്പകൾ നൽകാൻ ബാങ്ക് സ്വീകരിക്കുന്ന ഈടുകൾ എന്തൊക്കെയായിരിക്കും? ഒന്നുകിൽ ഭൗതിക ആസ്തികളായിരിക്കും. ഭൗതിക ആസ്തികൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? സ്വർണം, വസ്തുവിൻ്റെ ആധാരം തുടങ്ങിയവയാണ്. അപ്പം എന്താണ്? സ്വർണം, വസ്തുവിൻ്റെ ആധാരം തുടങ്ങിയ ഭൗതിക ആസ്തികൾ എന്തിനു വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം? പണവായ്പയ്ക്ക് വേണ്ടിയിട്ട്, പണവായ്പയ്ക്ക് ഈടുവെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. മറ്റൊന്നാണ് സ്ഥിര നിക്ഷേപ പത്രങ്ങൾ. ഫിക്സഡ് ഡിപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിലും നമുക്ക് പണവായ്പ എടുക്കാമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ ഒന്നാണ് ശമ്പള പത്രം അല്ലെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ്. സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? പണവായ്പകൾ എടുക്കാൻ പറ്റും. അപ്പോൾ വായ്പകൾ നൽകാൻ ബാങ്ക് സ്വീകരിക്കുന്ന ഈടുകൾ ഏതൊക്കെയാണ്? ഭൗതിക ആസ്തികളായിട്ടുള്ള സ്വർണം, വസ്തുവിൻ്റെ ആധാരം മുതലായവ, പിന്നെ സ്ഥിര നിക്ഷേപ പത്രങ്ങൾ, പിന്നീട് ശമ്പള പത്രവുമാണ്. ഇനി മറ്റൊരു വായ്പാ സംവിധാനമാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്? വാണിജ്യ ബാങ്കുകൾ വ്യക്തികൾക്ക് നൽകുന്ന ഒരു തരം വായ്പയാണ് ഓവർ ഡ്രാഫ്റ്റ്. അപ്പം എന്താണ്? വാണിജ്യ ബാങ്കുകൾ വ്യക്തികൾക്ക് നൽകുന്ന ഒരു തരം വായ്പയാണ് നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാനുള്ള അവസരമാണ് ഇത്തരത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പം എന്താണ്? വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു തുകയുണ്ടായിരിക്കും. ആ തുകയേക്കാൾ കൂടുതൽ പണം നമുക്ക് പിൻവലിക്കാനുള്ള ഒരു അവസരമാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു വായ്പ വഴി നമുക്ക് ലഭിക്കുന്നത്. പ്രചലിത നിക്ഷേപമുള്ളവർക്ക്, അതായത് കറണ്ട് ഡിപ്പോസിറ്റ് ഉള്ളവർക്ക് എന്താണ്? ഓവർ ഡ്രാഫ്റ്റ് ലഭിക്കുന്നതാണ്. അപ്പോൾ അതാണ് കറണ്ട് ഡിപ്പോസിറ്റ് ഉള്ളവർക്കാണ് ഓവർ ഡ്രാഫ്റ്റ് ലഭിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. സോ ഇത്രയുമാണ് നമുക്ക് വാണിജ്യ ബാങ്കുകളെ പറ്റിയിട്ട് പറയാനുള്ളത്. സോ നമ്മൾ എന്താണ് പറഞ്ഞത്? ധനകാര്യ സ്ഥാപനങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ ബാങ്കുകളും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബാങ്കുകളുടെ കീഴിൽ വരുന്നവയാണ് വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ എന്നിവ. അതിലെ ആദ്യത്തേതാണ് എന്ത്? വാണിജ്യ ബാങ്കുകൾ. സോ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു.
ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് സഹകരണ ബാങ്കുകളെ പറ്റിയാണ്. അപ്പോൾ സഹകരണ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് ഗ്രാമീണർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് സഹകരണ ബാങ്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? സാധാരണക്കാർക്ക്, അതായത് ഗ്രാമീണർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് സഹകരണ ബാങ്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ത് തന്നെയാണ്? ഇത് തന്നെയാണ്. അതുപോലെ കൃഷിക്കാർ, കൈത്തൊഴിലുകാർ, ചെറുകിട വ്യവസായികൾ എന്നിവർക്കാണ് സഹകരണ ബാങ്കിൽ നിന്ന് കൂടുതൽ സേവനങ്ങൾ ലഭ്യമാകുന്നത്. എന്താണ്? കൃഷിക്കാർ, കൈത്തൊഴിലുകാർ, ചെറുകിട വ്യവസായികൾ എന്നിവർക്കാണ് സഹകരണ ബാങ്കിൽ നിന്ന് കൂടുതൽ സേവനങ്ങളൊക്കെ ലഭ്യമാകുന്നത്. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് എന്താണ്? സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. എന്താണ്? സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നതാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സഹകരണ ബാങ്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് ഗ്രാമീണർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതാണ് സഹകരണ ബാങ്കുകൾ. കൃഷിക്കാർ, കൈത്തൊഴിലുകാർ, ചെറുകിട വ്യവസായികൾ എന്നിവർക്കാണ് സഹകരണ ബാങ്കിൽ നിന്ന് കൂടുതൽ സേവനങ്ങൾ ലഭ്യമാകുന്നത്. ഇവയുടെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് എന്താണ്? സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത്, സഹകരണ ബാങ്കുകളെ പറ്റി പഠിക്കുമ്പോൾ അവിടെ നമുക്കൊരു ഹയറാർക്കി കാണാൻ കഴിയുന്നുണ്ട്. എന്താണത്? ഫസ്റ്റ് വൺ, പ്രാഥമിക സഹകരണ ബാങ്ക്. എന്താണ് പ്രാഥമിക സഹകരണ ബാങ്ക്? ഇവ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രവർത്തന പ്രദേശത്തിൻ്റെ പരിധി കുറവായിരിക്കും. എന്താണ്? പ്രാഥമിക സഹകരണ ബാങ്കിൻ്റെ പ്രവർത്തന പ്രദേശത്തിൻ്റെ പരിധി എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. അതുപോലെ ഗ്രാമീണരുടെ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രാഥമിക സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. എന്താണ്? ഗ്രാമീണരുടെ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രാഥമിക സഹകരണ ബാങ്ക് പ്രവർത്തിക്കുന്നത്. ഒപ്പം ഇവയുടെ പ്രവർത്തന പ്രദേശത്തിൻ്റെ പരിധിയും എന്താണ്? കുറവായിരിക്കും. അതുപോലെ ഗ്രാമീണർക്ക് കുറഞ്ഞ പലിശ നിരക്കിലായിരിക്കും ഇവിടെ വായ്പകൾ നൽകുന്നത്. എന്താണ്? ഗ്രാമീണർക്ക് കുറഞ്ഞ പലിശ നിരക്കിലായിരിക്കും ഇവിടെ വായ്പകൾ നൽകുന്നത്. ഇതാണ് പ്രാഥമിക സഹകരണ ബാങ്ക് എന്ന് പറയുന്നത്. പ്രാഥമിക സഹകരണ ബാങ്കിന് തൊട്ട് മുകളിൽ വരുന്നതാണ് ജില്ലാ സഹകരണ ബാങ്ക്. ഏതാണ്? ജില്ലാ സഹകരണ ബാങ്ക്. എന്താണ് ജില്ലാ സഹകരണ ബാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നു. എന്താണ്? ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലായിട്ടാണ് ജില്ലാ സഹകരണ ബാങ്ക് പ്രവർത്തിക്കുന്നത്. കൂടാതെ പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് സഹായവും ഉപദേശവും നൽകുന്നു. ഇതാണ് പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് സഹായവും ഉപദേശവും നൽകുന്നത് ആരാണ്? ജില്ലാ സഹകരണ ബാങ്കുകളാണ്. അപ്പോൾ ഇവ എവിടെയാണ് പ്രവർത്തിക്കുന്നത്? ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലാണ്. ഒപ്പം ഇവ ഗ്രാമങ്ങളിലും പ്രവർത്തിക്കുന്നു. അപ്പോൾ എന്താണ് ജില്ലാ സഹകരണ ബാങ്കിൻ്റെ പ്രത്യേകത? എന്താണ്? ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നു. പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് സഹായവും ഉപദേശവും നൽകുന്നു. ഒപ്പം ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്നു. തേർഡ് വണ്ണാണ് സംസ്ഥാന സഹകരണ ബാങ്ക്. ഇത് ജില്ലാ സഹകരണ ബാങ്കിന് തൊട്ട് മുകളിലായിട്ടാണ് ഇവയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. എന്താണ് സംസ്ഥാന സഹകരണ ബാങ്ക് എന്ന് പറയുന്നത്? സംസ്ഥാനത്തെ സഹകരണ രംഗത്തെ ഉയർന്ന ഘടകമാണ് എന്ത്? സംസ്ഥാന സഹകരണ ബാങ്ക്. എന്താണ്? സംസ്ഥാനത്തെ സഹകരണ രംഗത്തെ ഉയർന്ന ഘടകം ഏതാണ്? സംസ്ഥാന സഹകരണ ബാങ്കാണ്. ജില്ലാ സഹകരണ ബാങ്കുകൾക്കും പ്രാഥമിക സഹകരണ ബാങ്കിനും സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ലക്ഷ്യം എന്ന് പറയും. എന്താണ് സംസ്ഥാന സഹകരണ ബാങ്ക് എന്ന് പറയുന്നത്? സംസ്ഥാനത്തെ സഹകരണ രംഗത്തെ ഉയർന്ന ഘടകമാണ് സംസ്ഥാന സഹകരണ ബാങ്ക്. ജില്ലാ സഹകരണ ബാങ്കുകൾക്കും പ്രാഥമിക സഹകരണ ബാങ്കിനും സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് സംസ്ഥാന സഹകരണ ബാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മൂന്നെണ്ണമാണ് സഹകരണ ബാങ്കുകളുടെ ഹൈറാർക്കി എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? പ്രാഥമിക സഹകരണ ബാങ്ക്, അതിനു മുകളിൽ വരുന്ന ജില്ലാ സഹകരണ ബാങ്ക്, ഏറ്റവും മുകളിലായിട്ട് വരുന്ന സംസ്ഥാന സഹകരണ ബാങ്ക്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളൊരു ടേമാണ് കേരള ബാങ്ക്. കേരള ബാങ്ക് എന്ന് പറയുമ്പോൾ കേരളത്തിലെ 13 ജില്ലാ സഹകരണ ബാങ്കുകളെയും സംസ്ഥാന സഹകരണ ബാങ്കിനെയും സംയോജിപ്പിച്ച് നിലവിൽ വന്ന ബാങ്കാണ് കേരള ബാങ്ക് എന്ന് പറയുന്നത്. എന്താണ്? കേരളത്തിലെ 13 ജില്ലാ സഹകരണ ബാങ്കുകളെയും സംസ്ഥാന സഹകരണ ബാങ്കിനെയും സംയോജിപ്പിച്ച് നിലവിൽ വന്ന ബാങ്കാണ് കേരള ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ കേരള കോ ഓപ്പറേറ്റീവ് ബാങ്ക് എന്നാണ് നമ്മൾ കേരള ബാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? കേരള കോ ഓപ്പറേറ്റീവ് ബാങ്ക് എന്നതാണ് കേരള ബാങ്ക്. ഇത് 2019 നവംബർ 29 നിലവിൽ വന്നത്. എന്നാണ്? 2019 നവംബർ 29 കേരള കോ ഓപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ കേരള ബാങ്ക് നിലവിൽ വരുന്നത്. കേരള ബാങ്കിൽ ഉൾപ്പെടാത്ത സഹകരണ ബാങ്ക് ഏതാണ്? അത് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കാണ്. അപ്പോൾ എന്താണ്? കേരള ബാങ്കിൽ ഉൾപ്പെടാത്ത സഹകരണ ബാങ്ക് ഏതാണ്? മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കാണ്. അതുപോലെ തന്നെ കേരള കോ ഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് വിശദമായി പഠനം നടത്താനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്മിറ്റി ഏതായിരുന്നു? അത് പ്രൊഫസർ MS ശ്രീറാം കമ്മിറ്റിയായിരുന്നു. ഏതാണ്? പ്രൊഫസർ MS ശ്രീറാം കമ്മിറ്റിയാണ് കേരള കോ ഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് വിശദമായ പഠനം നടത്താനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്മിറ്റി. അതുപോലെ തന്നെ കേരള കോ ഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ
രൂപീകരണം പ്രായോഗിക തലത്തിൽ നടപ്പാക്കുന്നതിനായി രൂപീകരിച്ച ടാസ്ക് ഫോഴ്സിന്റെ ചെയർമാൻ ആരായിരുന്നു? അത് VR രവീന്ദ്രനാഥ് ആയിരുന്നു. ആരാണ്? VR രവീന്ദ്രനാഥ്. ഇദ്ദേഹം മുൻ ചീഫ് ജനറൽ മാനേജറാണ്. നബാർഡിന്റെ മുൻ ചീഫ് ജനറൽ മാനേജറാണ് VR രവീന്ദ്രനാഥ് എന്ന് പറയുന്നത്. സോ ഇദ്ദേഹം ആരായിരുന്നു? കേരള കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ രൂപീകരണം പ്രായോഗിക തലത്തിൽ നടപ്പാക്കുന്നതിനായി രൂപീകരിച്ച ടാസ്ക് ഫോഴ്സിന്റെ ചെയർമാനായിരുന്നു. അതുപോലെ കേരള ബാങ്കിന്റെ പ്രഥമ പ്രസിഡന്റ് ആരാണ്? അത് ഗോപി കോട്ടമുറിക്കലാണ്. ഗോപി കോട്ടമുറിക്കലാണ് കേരള ബാങ്കിന്റെ പ്രഥമ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് കേരള ബാങ്കിനെ പറ്റിയിട്ട് പറയാനുള്ളത്. സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയാനുള്ള മറ്റൊരു ബാങ്കാണ് എന്ത്? കേരള ബാങ്ക് എന്ന് പറയുന്നത്. ഇവയുടെ പ്രത്യേകത എന്താണ്? കേരളത്തിലെ 13 ജില്ലാ സഹകരണ ബാങ്കുകളെയും സംസ്ഥാന സഹകരണ ബാങ്കിനെയും സംയോജിപ്പിച്ച് നിലവിൽ വന്ന ബാങ്കാണ് കേരള ബാങ്ക് അല്ലെങ്കിൽ കേരള കോഓപ്പറേറ്റീവ് ബാങ്ക്. 2019 നവംബർ 29 ഇത് നിലവിൽ വന്നെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. നെക്സ്റ്റ് വണ്ണാണ് വികസന ബാങ്കുകൾ. എന്താണ് വികസന ബാങ്കുകൾ? ഇവ എന്താണ് ഉദ്ദേശിക്കുന്നത്? വ്യവസായശാലകളുടെ സാങ്കേതികവൽക്കരണം, നവീകരണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ദീർഘകാല വായ്പകൾ നൽകുന്ന ബാങ്കുകളാണ് വികസന ബാങ്കുകൾ എന്ന് പറയുന്നത്. എന്താണ്? വ്യവസായശാലകളുടെ സാങ്കേതികവൽക്കരണം, നവീകരണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ദീർഘകാല വായ്പകൾ നൽകുന്ന ബാങ്കുകളാണ് വികസന ബാങ്കുകൾ. ഇവയുടെ ലക്ഷ്യം എന്താണ്? വ്യവസായം, കൃഷി, ഭവനം, നഗര അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കുറഞ്ഞ പലിശ നിരക്കിൽ ദീർഘകാല വായ്പ നൽകുക എന്നതാണ് വികസന ബാങ്കുകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. എന്താണ് ലക്ഷ്യം? വ്യവസായം, കൃഷി, ഭവനം, നഗര അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കുറഞ്ഞ പലിശ നിരക്കിൽ ദീർഘകാല വായ്പ നൽകുക എന്നതാണ് വികസന ബാങ്കുകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതുപോലെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവ സാമൂഹിക ആനുകൂല്യങ്ങൾക്കും സാമ്പത്തിക വികസനത്തിനും മുൻഗണന നൽകുന്നു. എന്താണ്? വാണിജ്യ ബാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമായി വികസന ബാങ്കുകൾ സാമൂഹിക ആനുകൂല്യങ്ങൾക്കും സാമ്പത്തിക വികസനത്തിനും മുൻഗണന നൽകുന്നു. അപ്പോൾ ഇവയ്ക്ക് ഉദാഹരണങ്ങളായിട്ട് വരുന്നതാണ് IFCI എന്ന് പറയുന്ന ബാങ്ക് ഏതാണ്? ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്താണ്? ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ IFCI എന്നതാണ് വികസന ബാങ്കുകൾക്ക് ഉദാഹരണമായിട്ട് വരുന്നത്. നാലാമത്തെ ബാങ്കാണ് സവിശേഷ ബാങ്കുകൾ. എന്താണ്? സവിശേഷ ബാങ്കുകൾ. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ചില പ്രത്യേക മേഖലകളുടെ വികസനത്തിന് മാത്രമായി സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനങ്ങളാണ് സവിശേഷ ബാങ്കുകൾ എന്ന് പറയുന്നത്. എന്താണ്? ചില പ്രത്യേക മേഖലകളുടെ വികസനത്തിന് മാത്രമായി സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ സവിശേഷ ബാങ്കുകൾ എന്ന് പറയുന്നത്. ഇവയ്ക്ക് ഉദാഹരണമായിട്ട് വരുന്നതാണ് എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ. എന്താണ്? എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ. എക്സിം എന്ന് പറയുന്നത് എന്താണ്? എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. എന്താണ്? എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സവിശേഷ ബാങ്കാണ്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് സ്ഥാപിതമായ ഇന്ത്യയിലെ ഉന്നത സാമ്പത്തിക സ്ഥാപനമാണ് എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്താണ്? വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് സ്ഥാപിതമായ ഇന്ത്യയിലെ ഉന്നത സാമ്പത്തിക സ്ഥാപനമാണ് എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് ഒരു സവിശേഷ ബാങ്കാണ്. അതുപോലെ മറ്റൊരു എക്സാമ്പിളാണ് സിഡ്ബി. സിഡ്ബി എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്താണ്? സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ പുതിയ ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും സഹായം നൽകുന്ന ഒരു ബാങ്കാണ് സിഡ്ബി എന്ന് പറയുന്നത്. എന്താണ്? പുതിയ ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും സഹായം നൽകുന്നതാണ് എന്ത്? സിഡ്ബി എന്ന് പറയുന്ന ഒരു സവിശേഷ ബാങ്ക്. മൂന്നാമത്തെ ഒരു എക്സാമ്പിളാണ് നബാർഡ്. എന്താണ്? നബാർഡ്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നതാണ് നബാർഡിൻ്റെ ഫുൾ ഫോം. ഇപ്പോൾ എന്താണ് സവിശേഷ ബാങ്കുകൾ? ചില പ്രത്യേക മേഖലകളുടെ ഉന്നമനത്തിനായിട്ട്, എന്താണ്? ചില പ്രത്യേക മേഖലകളുടെ വികസനത്തിന് മാത്രമായി സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനങ്ങളാണ് സവിശേഷ ബാങ്കുകൾ. ഏതൊക്കെയാണ് എക്സാമ്പിൾസ്? എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ. പിന്നീട് സിഡ്ബി അല്ലെങ്കിൽ സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ദെൻ തേർഡ് വൺ നബാർഡ് അല്ലെങ്കിൽ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. എന്താണ് നബാർഡ് എന്ന് പറയുന്നത്? കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്ക് അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനമാണ്. എന്താണ് നബാർഡ് എന്ന് പറയുന്നത്? കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്ക് അല്ലെങ്കിൽ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് നബാർഡ് എന്ന് പറയുന്നത്. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയിലാണ്. രൂപീകൃതമായത് 1982 ജൂലൈ 12-നാണ്. അപ്പം എന്താണ്? 1982 ജൂലൈ 12-ന് പാർലമെൻറ്റിൻ്റെ പ്രത്യേക നിയമം വഴിയാണ് ഒരു പ്രത്യേക നിയമം വഴി സ്ഥാപിതമായ സവിശേഷ ബാങ്കാണ് എന്തെന്ന് പറയുന്നത്? നബാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നബാർഡിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഏതാണ്? അത് ബി ശിവരാമൻ കമ്മീഷനാണ്. അപ്പോൾ എന്താണ്? ബി ശിവരാമൻ കമ്മീഷനാണ് നബാർഡിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ എന്ന് പറയുന്നത്. അതുപോലെ ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്കും ഏത് തന്നെയാണ്? നബാർഡ് എന്ന് പറയുന്ന ഒരു സവിശേഷ ബാങ്കാണ്. എന്താണ്? ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ബാങ്കും ഏതാണ്? നബാർഡ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അതുപോലെ ദക്ഷിണേന്ത്യയിലെ
ആദ്യത്തെ സെൻറ്റർ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് CCC ലക്നൌവിൽ സ്ഥാപിച്ച ബാങ്കും ഏതാണ്? നബാർഡാണെന്ന് ഓർക്കുക. അപ്പോൾ എന്താണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സെൻറ്റർ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് CCC ലക്നൌവിൽ സ്ഥാപിച്ച ബാങ്ക് ഏതാണ്? നബാർഡ് ബാങ്കാണ്. കേരളത്തിൽ നബാർഡിൻ്റെ റീജിയണൽ ഓഫീസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്താണ് കേരളത്തിൽ നബാർഡിൻ്റെ റീജിയണൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് നബാർഡിൻ്റെ ലക്ഷ്യം? എന്താണ്? ഗ്രാമീണ കാർഷിക ചെറുകിട വ്യവസായ മേഖലകളിലേക്ക് കൂടുതൽ മൂലധന നിക്ഷേപം കൊണ്ടുവന്ന് ഗ്രാമീണ പ്രദേശങ്ങളെ ശാക്തീകരിക്കുക എന്നതാണ്. അപ്പോൾ എന്താണ്? ഗ്രാമീണ കാർഷിക ചെറുകിട വ്യവസായ മേഖലകളിലേക്ക് കൂടുതൽ മൂലധന നിക്ഷേപം കൊണ്ടുവന്ന് ഗ്രാമീണ പ്രദേശങ്ങളെ ശാക്തീകരിക്കുക എന്നതാണ് നബാർഡ് എന്ന സവിശേഷ ബാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് നമുക്ക് നോക്കാനുള്ളത് നബാർഡിൻ്റെ കടമകളും അധികാരങ്ങളുമാണ്. നബാർഡ് എന്ന് പറയുന്ന ഒരു സവിശേഷ ബാങ്കിൻ്റെ കടമകളും അധികാരങ്ങളും എന്തൊക്കെയാണ്? ഗ്രാമപ്രദേശങ്ങളിലെ വിവിധ വികസന പ്രവർത്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുക. എന്താണ്? ഗ്രാമപ്രദേശങ്ങളിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുക. അതുപോലെ ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തിക ക്രയവിക്രയ സ്ഥാപനങ്ങളെ ഒത്തിണക്കി പ്രവർത്തിപ്പിക്കുക. എന്താണ്? ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തിക ക്രയവിക്രയ സ്ഥാപനങ്ങളെ ഒത്തിണക്കി പ്രവർത്തിപ്പിക്കുക. ദ നെക്സ്റ്റ് വൺ, ഭാരത സർക്കാർ, സംസ്ഥാന സർക്കാർ, ഭാരതീയ റിസർവ് ബാങ്ക്, മറ്റുള്ള ദേശീയ സ്ഥാപനങ്ങൾ എന്നിവയോടൊക്കെ നയതന്ത്ര ബന്ധം പുലർത്തുകയും നയരൂപീകരണത്തിൽ പങ്കാളിയാവുകയും ചെയ്യുക. എന്താണ്? ഭാരത സർക്കാർ, സംസ്ഥാന സർക്കാരുകൾ, ഭാരതീയ റിസർവ് ബാങ്ക്, മറ്റുള്ള ദേശീയ സ്ഥാപനങ്ങൾ എന്നിവയോടൊക്കെ നയതന്ത്ര ബന്ധം പുലർത്തുകയും നയരൂപീകരണത്തിൽ പങ്കാളിയാവുകയും ചെയ്യുക. മറ്റൊന്നാണ് നബാർഡിൻ്റെ കീഴിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ വീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക. എന്താണ്? നബാർഡിൻ്റെ കീഴിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ വീക്ഷിക്കുകയും അവയെ വിലയിരുത്തുകയും ചെയ്യുക എന്നുള്ളതും നബാർഡിൻ്റെ ഒരു പ്രധാന കടമയാണ്. അതുപോലെ ഗ്രാമപ്രദേശങ്ങളിൽ മൂലധനം മുടക്കുന്ന സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുക. എന്താണ്? ഗ്രാമപ്രദേശങ്ങളിൽ മൂലധനം മുടക്കുന്ന സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുക. ദ നെക്സ്റ്റ് വൺ, ഗ്രാമീണ സമ്പദ്ഘടനയെ സഹായിക്കുന്ന സ്ഥാപനങ്ങളെ വളർത്തുക. എന്താണ്? ഗ്രാമീണ സമ്പദ്ഘടനയെ സഹായിക്കുന്ന സ്ഥാപനങ്ങളെ വളർത്തുക. ദ നെക്സ്റ്റ് വൺ, ഗ്രാമീണ സമ്പദ്ഘടനയെ സ്വാധീനിക്കുന്ന സ്ഥാപനങ്ങളെയും നിയന്ത്രിക്കുക. എന്താണ്? ഗ്രാമീണ സമ്പദ്ഘടനയെ സ്വാധീനിക്കുന്ന സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുക. അതുപോലെ ഗ്രാമീണ സമ്പദ്ഘടനയെ സഹായിക്കുന്ന സ്ഥാപനങ്ങളെയും വളർത്തുക. മറ്റൊന്നാണ്, ഇത്തരം സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ആവശ്യമായ പരിശീലനം നൽകുക. എന്താണ്? ഇത്തരം സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ആവശ്യമായ പരിശീലനം നൽകുക എന്നതും നബാർഡിൻ്റെ കടമകളും അധികാരങ്ങളുമാണ്. എന്തൊക്കെയാണ്? ഗ്രാമപ്രദേശങ്ങളിലെ വിവിധ വികസന പ്രവൃത്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുക, ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തിക ക്രയവിക്രയ സ്ഥാപനങ്ങളെ ഒത്തിണക്കി പ്രവർത്തിപ്പിക്കുക, ദെൻ ഭാരത സർക്കാർ, സംസ്ഥാന സർക്കാരുകൾ, ഭാരതീയ റിസർവ് ബാങ്ക്, മറ്റുള്ള ദേശീയ സ്ഥാപനങ്ങൾ എന്നിവയോടൊക്കെ നയതന്ത്ര ബന്ധം പുലർത്തുകയും നയരൂപീകരണത്തിൽ പങ്കാളിയാവുകയും ചെയ്യുക. ദെൻ നബാർഡിൻ്റെ കീഴിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ വീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക. ഒപ്പം ഗ്രാമപ്രദേശങ്ങളിൽ മൂലധനം മുടക്കുന്ന സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുക. ദെൻ ഗ്രാമീണ സമ്പദ്ഘടനയെ സഹായിക്കുന്ന സ്ഥാപനങ്ങളെ വളർത്തുക. അതുപോലെ ഗ്രാമീണ സമ്പദ്ഘടനയെ സ്വാധീനിക്കുന്ന സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുക. പിന്നീട് എന്താണ്? ഇത്തരം സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ആവശ്യമായ പരിശീലനം നൽകുക എന്നതും നബാർഡിൻ്റെ പ്രധാനപ്പെട്ട കടമകളും അധികാരങ്ങളാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ ഇത്രയുമാണ് ധനകാര്യ സ്ഥാപനങ്ങളിലെ ബാങ്കുകളുടെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, ബാക്കിയുള്ള ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവും ഇൻട്രസ്റ്റിംഗുമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റു കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.